ഇനി അടുത്ത സിഗ്നേച്ചറിലെ സെക്കൻഡ് മോഡ്യൂളിലത്തെ 4th ചാപ്റ്ററാണ് ബ്രേക്കിംഗ് സൈലൻസ്, റിട്ടൺ ബൈ ജാനിസ് മെരി കിത്താനി. അവരൊരു ജാപ്പനീസ് അമേരിക്കൻ ആയിരുന്നു. 2000 ഷീ വാസ് അപ്പോയിൻറ്റഡ് ആസ് എ പോയിറ്റ് ലൗററ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ്ഥാന കവി. സാൻ ഫ്രാൻസിസ്കോയിലെ ആസ്ഥാന കവിയായിട്ട് അവരെ നിയമിച്ചിട്ടുണ്ടായിരുന്നു. അവർ കാലിഫോർണിയയിലാണ് ജനിച്ചത്. പിന്നെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ജാപ്പനീസ് അമേരിക്കൻ വേൾഡ് വാറിൻ്റെ ടൈമിൽ ജപ്പാനും അമേരിക്കയും തമ്മിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഇവരിനെ ഇങ്ങനത്തെ ഈ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കൊണ്ടുപോയി വിട്ടിരിക്കുകയായിരുന്നു. ആ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കൊണ്ടുവിട്ട് അതിന് ശേഷം, അതായത് പുറത്ത് വന്ന ശേഷം, അവർ റിലീസായതിനു ശേഷം അവർ ചിക്കാഗോയിലേക്ക് പോയി. അവിടെ എത്തിയപ്പോൾ അവരുടെ അച്ഛനും അമ്മയും ഡൈവേഴ്സായി. അങ്ങനെ ചൈൽഡ്ഹുഡിൽ കുറേ അധികം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കുറേ പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ വേറെ സ്ഥലത്തേക്ക് പോയപ്പോൾ അവിടെ അതിലും അധികം പ്രശ്നങ്ങളാണ്. പോവേർട്ടി, അതുപോലെ സെക്ഷൽ അബ്യൂസ്, സ്റ്റെപ്പ് ഫാദറിൽ നിന്നുള്ള സെക്ഷൽ അബ്യൂസ്, ഐസൊലേഷൻ, ഒറ്റപ്പെടൽ, അങ്ങനെ കുറേ കാര്യങ്ങൾ, കുറേയൊക്കെ ആ കുട്ടിക്ക് പ്രശ്നങ്ങളായിരുന്നു. ചൈൽഡ്ഹുഡിൽ പ്രശ്നങ്ങൾ തന്നെയായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. അപ്പോൾ ഇവർ കൂടുതലായിട്ട് നിൽക്കുന്നത് ഷീസ് എഗെയിൻസ്റ്റ് വാർ, അതായത് യുദ്ധങ്ങളിനെതിരാണ് അവർ. അതുപോലെ വുമണിന് വേണ്ടി നിൽക്കുന്നവരാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു നല്ലതിന് വേണ്ടിയിട്ട്, എല്ലാ പോയിറ്റ്സും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇവർ വാറിന് എഗെയിൻസ്റ്റ് ആയിരുന്നു. വാറിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം അവർക്കറിയാം ഒരു വാർ വന്നപ്പോൾ ഇവർ കോൺസെൻട്രേഷൻ ക്യാമ്പിലായിരുന്നു. അപ്പോൾ ആ ക്യാമ്പിൽ അനുഭവിച്ച എല്ലാ കാര്യങ്ങളും ഇവർക്ക് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവർ വാറിന് എഗെയിൻസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഈ അമേരിക്കക്കാർ എന്താണ് ചെയ്തത്, ഇവർക്ക് എന്തൊക്കെ എക്സ്പീരിയൻസ് ആണ് ഇവർക്ക് ഉണ്ടായത്, എന്താണ് ഇവരുടെ അനുഭവങ്ങൾ ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ പോയപ്പോൾ എന്നുള്ളതാണ് മെയിനായിട്ട് ഇതിൽ പറയണത്. ഇതിൽ 3 ജനറേഷനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഒന്ന് പോയറ്റിൻ്റെ മകൾ, പോയറ്റിൻ്റെ അമ്മ. 3 ജനറേഷനാണ്. അപ്പോൾ അതിൻ്റെ പോയറ്റിൻ്റെ മകൾ എന്ന് പറയുന്നത് ആ കുട്ടിക്കൊന്നും അറിയില്ല. കാരണം അത് ജപ്പാൻ അമേരിക്കൻ വാർ എന്നൊക്കെ പറയുന്നത് 90s അപ്പോൾ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ടൈമിലൊക്കെ അല്ലേ. അപ്പോൾ പിന്നെ അത് ആ കുട്ടിക്ക് അറിയില്ല. ആ കുട്ടിക്ക് മോഡേൺ വേൾഡിലത്തെ കാര്യങ്ങൾ മാത്രമേ ആ കുട്ടിക്ക് അറിയുള്ളൂ. പിന്നെ അമ്മ എന്ന് പറയുമ്പോൾ അമ്മയ്ക്കാണെങ്കിൽ കുറേ അധികം കാര്യങ്ങൾ അറിയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കാലത്തും പ്രശ്നങ്ങളുണ്ടായിരുന്നു, അമ്മയ്ക്കും കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കോൺസെൻട്രേഷൻ ക്യാമ്പിലെത്തിയപ്പോൾ അതിലധികം പ്രശ്നങ്ങൾ. പോയറ്റിനും ചൈൽഡ്ഹുഡ് മര്യാദയ്ക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല, കോൺസെൻട്രേഷൻ ക്യാമ്പിലുള്ള എക്സ്പീരിയൻസ്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ടാണ് ഈ ഒരു പോം വരുന്നത്, ഈ ഒരു ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൽ അമ്മയുടെ ഒരു അമ്മയുടെ എക്സ്പീരിയൻസ് ആണ് കൂടുതലായിട്ട് പറയുന്നത്. അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് പറയുന്നത്. സൈലൻസ് ആണ് ഏറ്റവും നല്ലത്. സൈലൻസ് ഇസ് ദ ലൗഡസ്റ്റ് ക്രൈ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ. അതുപോലെ ഏറ്റവും നല്ലത് എന്താണ്? സൈലൻ്റ് ആയിട്ടിരിക്കുക, മിണ്ടാതിരിക്കുക, നിശബ്ദമായിട്ടിരിക്കുക എന്നുള്ളതാണ് നല്ലത്. അപ്പോൾ നമുക്ക് നിശബ്ദതയിലൂടെ നമുക്ക് നമ്മുടെ ഐഡിയാസും നമ്മുടെ വിചാരങ്ങളും എല്ലാം നമുക്ക് പുറത്ത് കാണിക്കാൻ പറ്റുമെന്നാണ് പറയണത്. അപ്പോൾ ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിലുണ്ടായ സംഭവങ്ങളൊക്കെ ഒരു കമ്മീഷണറോട് പറയുകയാണ്. അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ അജണ്ട, ഓരോ റേസിസം, അതുപോലെ പൊളിറ്റിക്കൽ അജണ്ട, അതിനെ കുറിച്ചിട്ടൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ടെക്സ്റ്റിലേക്ക് പോവാം. ഒരു പോമാണ് കേട്ടോ, ഒരു കവിതയാണ്. After 40 years of silence about the experience of Japanese Americans in World War II concentration camps, my mother testified before the Commission on Wartime Relocation and Internment of Japanese American Civilians in 1981. 40 വർഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം, 40 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം എന്നൊക്കെ പറയുന്ന പോലെ 40 വർഷത്തെ സൈലൻസിന് ശേഷം അമ്മ കമ്മീഷണറുടെ അടുത്ത് കാര്യങ്ങൾ പറയുകയാണ്, അല്ലെങ്കിൽ മൊഴി കൊടുക്കുകയാണ്, ടെസ്റ്റിഫൈ ചെയ്യുകയാണ്. ഏത് കമ്മീഷണറോടാണ്? വാർ ടൈം റിലൊക്കേഷൻ ആൻഡ് ഇൻറ്റേൺമെൻറ്റ് ഓഫ് ജാപ്പനീസ് അമേരിക്കൻ സിവിലിയൻ എന്ന് പറയുന്ന കമ്മീഷനോട് അമ്മ എല്ലാ കാര്യങ്ങളും പറയണം. അവർക്ക് എന്തൊക്കെയാണ് ജാപ്പനീസ് അമേരിക്കൻ വേൾഡ് വാർ ഉണ്ടായ ടൈമിൽ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ എന്തൊക്കെ അവർ അനുഭവിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ പറയുന്നത്. ഫോർ മൈ മദർ, ഈ ഒരു പോം ആർക്ക് വേണ്ടിയിട്ടാണ്? അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു കവിതയാണ്. There are miracles that happen, she said, from the silences in the glass case of our ears, from the crippled tongue, from the mute, wet eyelash, testimonies waiting like winter. അപ്പോൾ സൈലൻസ് ആണ് ഏറ്റവും നല്ലത്. സൈലൻസിന് മിറാക്കിൾ കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ അത്ഭുതങ്ങൾ കൊണ്ടുവരാൻ പറ്റും. നമ്മൾ ഒന്നും മിണ്ടാണ്ട് കരഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ
നമുക്ക് നമ്മുടെ നാവിൻ്റെ ശക്തി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ മിണ്ടാതിരിക്കുകയാണ്, സൈലൻ്റ് ആയിട്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? കുറേ കാര്യങ്ങൾ നമുക്ക്, അല്ലെങ്കിൽ സൈലൻ്റ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തോ ഒരു പ്രശ്നമുണ്ട്, എന്തോ ഒരു പ്രശ്നം ഉണ്ടാവുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഉള്ളത് കൊണ്ടാണല്ലോ സൈലൻ്റ് ആയി പോണത്. അല്ലെങ്കിൽ നമ്മൾ നന്നായി ഇങ്ങനെ ചിരിച്ച് നടക്കുന്ന ആൾക്കാർ പെട്ടെന്ന് സൈലൻ്റ് ആയി കഴിഞ്ഞാൽ എന്തോ ഒരു പ്രശ്നമുണ്ട്, അത് മനസ്സിലാക്കി തരും. അപ്പോൾ വിൻ്റർ പോലെയാണ്, പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തോ ഒരു പ്രശ്നമുണ്ട്, ആൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് സൈലൻസിന് മിറാക്കിൾ അല്ലെങ്കിൽ മിറാക്കിളാണ്, അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും സൈലൻസിനെന്നാണ് അമ്മ പറയുന്നത്. We were told that silence was better, golden like our skin, useful like go quietly, easier like don't make waves, expedient like horse stalls and desserts. അതായത് സൈലൻസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ സ്കിൻ കളറിനെക്കാട്ടിലും, ഞങ്ങളുടെ ഗോൾഡൻ സ്കിൻ കളറിനെക്കാട്ടിലും നല്ലതാണെന്നാണ് പറയുന്നത്. അത് ഭയങ്കര ഉപയോഗപ്രദമായിട്ടുള്ള, ഭയങ്കര എളുപ്പമായിട്ടുള്ളൊരു കാര്യമാണ്. സൈലൻ്റ് ആയിട്ടിരിക്കുക, മിണ്ടാതിരിക്കുക പറഞ്ഞാൽ അതൊരു എളുപ്പമായിട്ടുള്ള, ഉപയോഗപ്രദമായിട്ടുള്ളൊരു കാര്യമാണ്. ആവശ്യമില്ലാണ്ട് കുറേ ഒച്ച വെച്ച് ബഹളം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. വേവ്സിനെ പോലെ, തിരമാലകളെ പോലെ ആവശ്യമില്ലാണ്ട് ഇങ്ങനെ എന്താ സൗണ്ട് ഉണ്ടാക്കണ്ടാണ്. തിരമാലയ്ക്ക് നല്ല സൗണ്ടല്ലേ, അതുപോലെ സൗണ്ട് ഉണ്ടാക്കിയിട്ട് പ്രശ്നം ഉണ്ടാക്കൽ നല്ലത് എന്താണ്? സൈലൻ്റ് ആയിട്ടിരിക്കുക. Mr. Commissioner, the US Army Signal Corps confiscated our property. It was subjected to vandalism and ravage. All improvements we had made before our incarceration was stolen or destroyed. അപ്പോൾ US ആർമികൾ എന്തൊക്കെ ചെയ്തു, അവരെന്തൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്തു എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അമ്മ കമ്മീഷണറോട് പറയുകയാണ്. കമ്മീഷണർ, ഞങ്ങളുടെ എല്ലാ സാധനങ്ങളും, ഞങ്ങൾ ഈ നാട്ടിൽ വന്നിട്ട് ഉണ്ടാക്കിയിട്ടുള്ള, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ, ഞങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ സാധനങ്ങളും US ആർമിക്കാർ എടുത്തുകൊണ്ട് പോയി. അവർ കംപ്ലീറ്റ് ഡിസ്ട്രക്ഷനാണ് ഞങ്ങൾക്ക് തന്നത്. അത് മാത്രമല്ല, ഐ വാസ് കോഴ്സ്ഡ് ഇൻ ടു സൈനിങ് ഡോക്യുമെൻറ്റ്സ് ഗിവിങ് യു അതോറിറ്റി ടു ടേക്ക്. അതായത് ഞങ്ങളുടെ എല്ലാ സാധനങ്ങളും നിങ്ങൾ എടുത്തോട്ടെ, ഞങ്ങളുടെ മൊത്തം അതോറിറ്റി, എല്ലാ സാധനങ്ങളും ഞങ്ങൾ നിങ്ങൾക്ക് തരികയാണെന്ന് പറഞ്ഞിട്ട് ഒരു സിഗ്നേച്ചർ വേണമെന്ന് പറഞ്ഞിട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ കൊണ്ട് അത് ഒപ്പിടിപ്പിച്ചു അവർ. അതായത് ഇനിയൊന്നും അവരുടെ ആ ഒരു സ്ഥലത്ത് അവരുടെ ഇല്ല, എല്ലാം ഇനി US ആർമിയുടെ ആണെന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്യുമെൻ്റ് കൊണ്ടുവന്നു, ഒപ്പിടാൻ പറഞ്ഞു, ഒരു ഒപ്പിട്ട് കൊടുക്കേണ്ടി വന്നു എന്ന് പറയുകയാണ്. അപ്പോൾ അവർ ചെയ്തിട്ടില്ല, US ആർമി ഇവരുടെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കൊണ്ടുവന്നതിന് മുൻപ് അവരുടെ കയ്യിൽ നിന്ന് അവരുടെ ബിലോങ്ങിങ്സ് ഒക്കെ മേടിക്കുകയാണ്. ഓക്കെ. മൈ മദർ സോഫ്റ്റ് ആസ് tallow, words peeling from her like silvers of yellow flame. അപ്പോൾ എൻ്റെ അമ്മ എന്ന് പറയുന്നത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള, ഭയങ്കര പാവമായിട്ടുള്ള ഒരാളാണ്. അങ്ങനെ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളൊന്നുമല്ല. പക്ഷെ ആ അമ്മ, അത്ര പാവമായിട്ടുള്ള എൻ്റെ അമ്മ വരെ സംസാരിച്ചു, അല്ലെങ്കിൽ എൻ്റെ അമ്മ വരെ ഇപ്പോൾ ഭയങ്കര, നമ്മുടെ ടങ്ക് ഭയങ്കര ഷാർപ്പാന്ന് പറയില്ലേ, ഭയങ്കരമായിട്ട് അമ്മ പോയിൻ്റ് ഔട്ട് ചെയ്ത് കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. Her testimony, a vat of boiling water surging through the coldest, bluest vein. അതായത് സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്ന ഒരാൾ കുറേ എക്സ്പീരിയൻസ് കാരണം എന്തായി, കോൾഡായി എന്ന് പറയില്ലേ, ഭയങ്കര പാവമായിട്ടുള്ള ഒരാൾ പെട്ടെന്ന് ദേഷ്യപ്പെട്ട്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എന്താ പറയുക, ദേഷ്യപ്പെട്ട് ചൂടായി നിൽക്കണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു തണുത്ത വെള്ളത്തിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച പോലെയാണ് എൻ്റെ അമ്മ എന്നാണ് പറയുന്നത്. എൻ്റെ അമ്മയ്ക്ക് അങ്ങനെ വരുത്തി വെച്ചതാണ്. അതായത് എൻ്റെ അമ്മ അങ്ങനെ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളോ അങ്ങനെയൊന്നും ആയിരുന്നില്ല. പക്ഷേ അവരുടെ എക്സ്പീരിയൻസ് കാരണം അവർക്ക് ഉണ്ടായ കുറേ ഇവിടെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ പോയിട്ട് ഉണ്ടാക്കിയ കുറേ കാരണങ്ങൾ കൊണ്ട് എൻ്റെ അമ്മ എന്തായി മാറുകയാണ്, ഭയങ്കര കൂൾഡ് പേഴ്സണായിട്ട് മാറുകയാണ്. She had come to her land as shovel, hoe and sickle, searing reed and rock and dead brush, labored so to sinew the ground, to soften gardens pregnant with seed, awaiting each silent morning, birthing fields of flowers, mustard greens and tomatoes, throbbing like the sea. അതായത് എൻ്റെ അമ്മ ഇവിടേക്ക് വെട്ടൂത്തി എന്നൊക്കെ നമ്മൾ പറയില്ലേ, വെട്ടൂത്തി അങ്ങനത്തെ ഫാമിങ്ങിന് വേണ്ടിയിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ ആയിട്ടാണ് വന്നത്. അഗ്രികൾച്ചർ അല്ലെങ്കിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമ്മ വന്നു. എന്നിട്ട് അമ്മ നിലത്ത് പുല്ലൊക്കെ വെട്ടി ശരിയാക്കി അവിടെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഫ്ലവേഴ്സൊക്കെ അമ്മ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ ഓരോ ദിവസം ടൊമാറ്റോസും മസ്റ്റർഡ്, കടുക്, ടൊമാറ്റോസ്, അതായത് തക്കാളി, അങ്ങനത്തെ എല്ലാ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ ഭയങ്കര ഹാപ്പി ആയിരുന്നു, എല്ലാം ചെയ്ത് നോക്കി അമ്മയുടെ ആഗ്രഹങ്ങളൊക്കെ ചെയ്ത് നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയായിരുന്നു. ആൻഡ് ദെൻ ഓൾ വാസ് ഹഷ്ഡ് ഫോർ അനൗൺസ്മെൻറ്റ്സ്. Take only what you can carry. We were made to believe our faces betrayed us.
Our bodies were loud with yellow screaming flush, needing to be silenced behind barbed wire. അതായത് ഞങ്ങൾ ഭയങ്കര സന്തോഷത്തോടെ അമ്മയുടേതായിട്ടുള്ള ജോലിയിൽ, അല്ലെങ്കിൽ അമ്മ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു അമ്മയാണ്. അപ്പോൾ അമ്മ വരുന്നു, ഒരു നാട്ടിലേക്ക് വന്നു. ആ നാട്ടിൽ വന്നിട്ട് അമ്മ എന്തൊക്കെ ചെയ്യാൻ തുടങ്ങി? അമ്മ വേഗം അമ്മയുടെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഗാർഡനിങ് ചെയ്യുക എന്ന് പറയുന്നത്. അത് അമ്മ ചെയ്യാൻ തുടങ്ങി. അത് പെട്ടെന്നാണ് ഒരു ദിവസം ഒരു അനൗൺസ്മെൻറ്റ് വരുന്നത്. നിങ്ങൾക്ക് എന്തൊക്കെ എടുക്കാൻ പറ്റും അതൊക്കെ എടുത്തിട്ട് വേഗം പോകാൻ പറഞ്ഞിട്ട് ഒരു അനൗൺസ്മെൻറ്റ് വരികയാണ്. അപ്പോൾ അതിലൂടെ അവർ പറയുന്നത് ഞങ്ങളുടെ ഫേസ്, അതായത് ഞങ്ങളുടെ കളർ, ജാപ്പനീസും വൈറ്റും ഭയങ്കര, വൈറ്റ് മെന്നും ഭയങ്കര ഡിഫറൻസ് ആണല്ലോ. ജാപ്പനീസ് പറഞ്ഞാൽ കുറച്ച് എന്താ പറയുക, വെള്ളക്കാരുടെ പോലെയല്ല, അവർ യെല്ലോ സ്കിന്നാന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവരുടെ മുഖം, ഇവരുടെ ഷേപ്പ് എല്ലാം കൊണ്ട്, ബോഡി എല്ലാം കൊണ്ടും ഇവർ അമേരിക്കൻസിൽ നിന്ന് വ്യത്യസ്തരാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാവും ഇവർ ജാപ്പനീസ് ആണെന്ന്. അപ്പോൾ അതുകൊണ്ട് എന്തായി, ഇവരിനെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കൊണ്ടുപോയിടുകയാണ്. ഞങ്ങളുടെ സൈലൻസ് അവിടെ നിന്ന് തുടങ്ങുകയാണ്. അതായത് ഞങ്ങളുടെ സ്കിന്നും ഞങ്ങളുടെ ഫേസും ഞങ്ങളുടെ ബോഡിയും കാരണം ഞങ്ങൾ ഒരു സൈലൻസിൻ്റെ വലയത്തിൽ ഇനി ഞങ്ങളെ കൊണ്ടിടാൻ പോവുകയാണെന്ന് പറയുകയാണ്. ഓക്കെ, ബോഡിയും ഫേസൊക്കെ ഞങ്ങളെ ചീറ്റ് ചെയ്തു. അവർ ഇങ്ങനെ ചീറ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവരെ സ്കിന്ന് വേറെയാണ്, അവരുടെ ബോഡി ഷേപ്പ് വേറെയാണ്. അതൊക്കെ കാരണം ഞങ്ങളെ ചീറ്റ് ചെയ്തു ഞങ്ങളുടെ സ്കിൻ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഫേസ് എന്ന് പറയുകയാണ്. Mr. Commissioner, it seems we were singled out from others who were under suspicion. Our neighbors were of German and Italian descent, some of whom were not citizens. It seems we were singled out. ഞങ്ങൾ ഒറ്റയ്ക്കാണ്. ഞങ്ങളുടെ നൈബേഴ്സ് കുറേ ആൾക്കാരുണ്ട്, അവർ ജർമ്മൻ ആൾക്കാരുണ്ട്, ഇറ്റാലിയൻ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവരൊന്നും നിങ്ങൾ പിടിച്ചിട്ടില്ല. ഞങ്ങളുടെ മാത്രമാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളൂ, കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അവർ കൊണ്ടുപോയിട്ടിട്ടുള്ളൂ. അതെന്തുകൊണ്ടാണ്? ഞങ്ങൾ ജാപ്പനീസ് ആയതുകൊണ്ട് മാത്രം. ഞങ്ങൾ ജാപ്പനീസ് ആയതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ മാത്രം പിടിച്ചുകൊണ്ട് ഇട്ടിരിക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ ജർമ്മനും ഇറ്റാലിയൻ ആയതുകൊണ്ട് അവർക്ക് പ്രശ്നമൊന്നുമില്ല. ആ നൈബേഴ്സൊക്കെ അവിടെ തന്നെ ജീവിക്കുന്നുണ്ട്. She had worn her work like lemon leaves, shining in her sweat, driven by her dreams that haunt the blade of a plow. അതായത് അവർക്ക് അവരുടെ ആഗ്രഹം പോലെ എല്ലാ കാര്യങ്ങളും ചെയ്തു. അവരെല്ലാ സാധനങ്ങളും ഉണ്ടാക്കി. ലെമൺ ആയിക്കോട്ടെ, അതുപോലെ അവരുടെ സ്വെറ്റ്, അവരുടെ വിശർപ്പ് ഷൈനിങ് ചെയ്യായിരുന്നു. കാരണം ഷീ വാസ് വെരി ഹാപ്പി ഡൂയിങ്, അവർക്ക് ഈ പണികളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവരുടെ മുഖത്ത് ആ സന്തോഷം, അവർ എന്താണ് സ്വപ്നങ്ങളൊക്കെ നിറവേറ്റി എന്നുള്ളൊരു സന്തോഷം ഉണ്ടാവില്ലേ, അതിലൊക്കെ നിൽക്കുകയായിരുന്നു. The land she built like hope grew quietly, irises, roses, sweet peas, opening. അപ്പോൾ ഒരു ഒരു ലാൻഡ് കീഴടക്കി, അല്ലെങ്കിൽ ഒരു രാജ്യം കീഴടക്കിയ ഒരു സന്തോഷമായിരുന്നു അമ്മയ്ക്ക് ഉണ്ടായിരുന്നത്. കുറേ ഫ്ലവേഴ്സ് വെച്ച് അവർ ഓരോ ദിവസം ഇങ്ങനെ ബ്ലൂം ചെയ്യുമ്പോഴും കുറേ പ്രതീക്ഷകൾ തരികയാണ്. ഓരോ ഫ്ലവർ ഉണ്ടാവുമ്പോഴും ഓരോ പ്രതീക്ഷകളാണ്. അപ്പോൾ അതൊക്കെ വരുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അമ്മ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. അമ്മ ഭയങ്കര സന്തോഷത്തിലാണ്. അമ്മയുടെ എന്താണ് ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ, ആൻഡ് ദെൻ ഓൾ വാസ് ഹഷ്ഡ് ഫോർ അനൗൺസ്മെൻറ്റ്. To be incarcerated for your own good, the sounds of her work bolted in barracks silenced. അതായത് വളരെ സന്തോഷത്തോടു കൂടി അമ്മ ഇരിക്കുന്ന ടൈമിൽ വീണ്ടും വന്നു അനൗൺസ്മെൻറ്റ്. നിങ്ങൾക്ക് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഞങ്ങൾ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ പോകാൻ പറയുന്നത് എന്ന് പറഞ്ഞൊരു അനൗൺസ്മെൻറ്റ്. US പറയുകയാണ് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ ഇവിടെ ഇവിടെ കൊണ്ടുവിടുന്നത്, കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കൊണ്ടുവിടുന്നത് പറയുന്നത്. അപ്പോൾ അമ്മയുടെ സ്വപ്നങ്ങളൊക്കെ എന്തായി? അമ്മയുടെ സ്വപ്നങ്ങളൊക്കെ വീണ്ടും സൈലൻറ്റ് ബറാക്സിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ ഒരു സൈലൻസിൻ്റെ ഒരു ഇതിൻ്റെ ഉള്ളിൽ എന്താണ് ഇടുകയാണ്. അതായത് ഇനി അമ്മയ്ക്കൊന്നും പറയാൻ പറ്റില്ല. ആ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ പോയി കഴിഞ്ഞാൽ അമ്മയ്ക്ക് അവിടെയൊക്കെ വെട്ടി തെളിച്ച് ഗാർഡനിങ് ചെയ്യാനൊന്നും പറ്റിയെന്ന് വരില്ല. അപ്പോൾ അമ്മയുടെ സ്വപ്നങ്ങളൊക്കെ അവിടെ ഇട്ടിട്ട് പോകേണ്ടി വന്നു. ഒരു അനൗൺസ്മെൻറ്റ് വന്നപ്പോൾ അമ്മയുടെ സ്വപ്നങ്ങളും അമ്മയുടെ സന്തോഷമൊക്കെ പോയി. അമ്മ വീണ്ടും ബാക്ക് ടു സൈലൻസ്. വീണ്ടും അമ്മ എന്താണ്, ശബ്ദമില്ലാണ്ട് അല്ലെങ്കിൽ നിശബ്ദമാവേണ്ടി വരികയാണ്. Mr. Commissioner, so when you tell me I must limit testimony, when you tell me my time is up, I tell you this. എന്നോട് നിങ്ങൾ പറയും, അതായത് മതി നിർത്തിക്കോളൂ, മതി ഇത്ര വേണ്ടുള്ളൂ, ഇത്ര മാത്രമേ പറയേണ്ടുള്ളൂ എന്ന് പറയുന്നതിന് മുന്നേ, ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ പറയുന്നതിന് മുന്നേ, അല്ലെങ്കിൽ പറയാൻ എനിക്ക് ടൈം ചിലപ്പോൾ കിട്ടില്ല, എൻ്റെ എല്ലാ എക്സ്പീരിയൻസും എനിക്ക് നിങ്ങളോട് പറയാൻ ടൈം കിട്ടില്ല. പക്ഷേ അതിന് മുന്നേ എനിക്ക് വേറൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. Pride has kept my lips, pinned my nails, my rage confined. My rage coffined. But I exhume my past to claim this time. My youth is buried in Rover. Obetchen's ghost visits Amech Gate. My niece haunts Tule Lake. അതായത് എനിക്ക് പറയാനുള്ളത് ഇത്രയാണ്. എൻ്റെ പ്രൈഡ്, എൻ്റെ അഭിമാനം എന്ന് പറയുന്നത്, എൻ്റെ അഭിമാനം കാരണമാണ് ഞാൻ ഇത്ര കാലം ഒന്നും മിണ്ടാതിരുന്നിട്ടുണ്ടായിരുന്നത്. ആ 40 years ഞാൻ മിണ്ടാണ്ട് അവിടെ
എന്താണ് ഒരു ശവപ്പെട്ടിയിൽ കിടക്കുന്ന പോലെ അത്രത്തോളം ഞാൻ താഴ്ന്നു കടന്നിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ താഴ്ന്നു കൊടുത്തത് എനിക്ക് സംസാരിക്കാൻ അറിയാത്തതുകൊണ്ടോ എനിക്ക് പ്രവർത്തിക്കാൻ അറിയാത്തതുകൊണ്ടോ അല്ല. പക്ഷേ എൻ്റെ ചൈൽഡ്ഹുഡ് വരെ എനിക്ക് നഷ്ടപ്പെട്ടു. ചൈൽഡ്ഹുഡ് നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഈ റോഹർ റോവർ അമേച്ച ഗെറ്റെ ട്യൂ ലേക്ക് എന്ന് പറഞ്ഞിട്ട് 3 സ്ഥലങ്ങളുടെ പേര് പറയുന്നുണ്ട്. ഇതൊക്കെ കോൺസെൻട്രേഷൻ ക്യാമ്പിൻ്റെ പേരാണ്. റോവർ, ROHWER, റോവർ. അവിടെയാണ് പോയിറ്റിൻ്റെ അമ്മ ഉണ്ടായിരുന്നത്. പോയിറ്റിൻ്റെ അമ്മ കിടക്കുന്നുണ്ടായിരുന്ന കോൺസെൻട്രേഷൻ ക്യാമ്പ്. അമേജ് ഗാറ്റെ, AMACHEGATE, അമേജ് ഗാറ്റെ. പിന്നെ ട്യൂൾ ലേക്ക്, TULELAKE. അപ്പോൾ ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ജീവിച്ചിട്ടുണ്ടായിരുന്ന പല ആൾക്കാരുടെയും ഓർമ്മകൾ ഇപ്പോഴും ഇവരുടെ കൂടെ ഉണ്ട്. അതൊക്കെ ഇപ്പോഴും അവർ ഹോണ്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പിന്തുടരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നൊക്കെ എങ്ങനെയാണ് രക്ഷപ്പെടാൻ പറ്റുക? ഒന്നും പറ്റില്ല. അത്ര കാലം മിണ്ടാണ്ടിരുന്നു, ഇനി മിണ്ടാതിരിക്കില്ല. വേർഡ്സ് ആർ ബെറ്റർ ദാൻ ടിയേഴ്സ്, സോ ഐ സ്പിൽ ദെം. ഐ കിൽ ദിസ്, ദ സൈലൻസ്. അതായത് വേർഡ്സ് ആണ് നല്ലത്, സൈലൻസിനേക്കാളും നല്ലത് സംസാരിക്കുകയാണെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ കുറേ കരഞ്ഞിട്ടൊന്നും കാര്യമില്ല, നമ്മൾ സംസാരിക്കണം. എന്താണ് പറയാനുള്ളത് വെച്ചാൽ മുഖത്ത് നോക്കി പറയുക. അപ്പോഴാണ് കാര്യം തീരുള്ളൂ. നമുക്ക് സൈലൻസ് കില്ല് ചെയ്യണം, സൈലൻസ് ഇല്ലാണ്ടാക്കണം. സംസാരിച്ച് കാര്യം മനസ്സിലാക്കുക, അല്ലെങ്കിൽ സംസാരിച്ച് കാര്യം തീർക്കുക, അല്ലാണ്ട് മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല എന്നാണ് പറയുന്നത്. There are miracles that happen, she said, and everything is made visible. കുറേ അത്ഭുതങ്ങൾ ഉണ്ടാവും. നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയാലും കുറേ അത്ഭുതങ്ങൾ ഉണ്ടാവും. അത് കാണാൻ പറ്റുന്നതാണ്. വിസിബിൾ ആയിട്ടുള്ള, കാണാൻ പറ്റുന്ന രീതിയിൽ കുറേ കാര്യങ്ങളുണ്ടാവും, കുറേ അത്ഭുതങ്ങളുണ്ടാവും. We see cracks and fissures in our soil. We speak of suicides and intimacies, of longings lush like wet furrows, of oceans bearing us toward imagined riches, of burning humiliations and crimes by the government, of self-hate and of love that breaks through silences. അതായത് നമ്മുടെ ഗവൺമെൻറ് കാരണം നമുക്ക് ഉണ്ടായിട്ടുള്ള ഭയങ്കര കുറേ നഷ്ടങ്ങളുണ്ട്, കുറേ നാണക്കേടുകളുണ്ട്. അതൊക്കെ നമ്മൾ തുറന്നു പറയണം, അല്ലെങ്കിൽ സംസാരിക്കണം. ഈ സൈലൻ്റ് ആയിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. നമുക്കൊരു കാര്യം ഇഷ്ടമല്ലെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം ഉണ്ടെങ്കിൽ അതൊക്കെ തുറന്നു പറയണം. സൈലൻ്റ് ആയിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. നമ്മുടെ നാടിന് കുറേ പ്രശ്നങ്ങൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് കാരണം നമുക്ക് വന്ന പ്രശ്നങ്ങൾ എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? തുറന്നു പറയണം എന്നാണ് പറയുന്നത്. We are lightning and justice. Our souls become transparent like glass, revealing tears for war-dead sons, red ashes for Hiroshima, jagged wounds from barbed wire. We must recognize ourselves at last. അതായത് നമ്മളുടെ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ഒരു ഗ്ലാസ് പോലെ നമ്മൾ ആയിരിക്കണം. ഗ്ലാസ് പോലെ അത്ര ട്രാൻസ്പാരൻ്റ് ആയിരിക്കണം നമ്മളെന്ന്. ഒരു ഗ്ലാസ്സിനുള്ളിൽ കൂടെ നോക്കിയാൽ നമുക്ക് അപ്പുറത്തുള്ള സാധനം കാണാം. അപ്പോൾ അതുപോലെ ആയിരിക്കണം നമ്മളെന്നാണ് പറയുന്നത്. എന്തിനായാലും നമ്മൾ തുറന്ന് സംസാരിക്കുക, സൈലൻസ് വേണ്ട. ബ്രേക്ക് ചെയ്യുക, സൈലൻസ് ബ്രേക്ക് ചെയ്യുക, പുറത്തേക്ക് വരിക, സൈലൻസ് ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് വരിക ആണ് പറയുന്നത്. വി മസ്റ്റ് റെക്കഗ്നൈസ് അവർ സെൽസ് അറ്റ് ലീസ്റ്റ്, അവർ സെൽസ് അറ്റ് ലാസ്റ്റ്. നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കണം, നമ്മളെ റെക്കഗ്നൈസ് ചെയ്യണം. വി ആർ എ റെയിൻ ഫോറസ്റ്റ് ഓഫ് കളർ ആൻഡ് നോയ്സ്. നമ്മളൊരു കൂട്ടം, ഒരു 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 വിഭാഗക്കാർ, അല്ലെങ്കിൽ നോയ്സും കളറൊക്കെ ഉള്ള, കാസ്റ്റും എല്ലാ സാധനങ്ങളും ഉള്ള ഒരു മനുഷ്യന്മാർ തന്നെയാണ്. ഓക്കെ, റെയിൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ മഴക്കാടുകൾ എന്നൊക്കെയാണ് പറയുക. പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്നത് വി ആർ എ റെയിൻ ഫോറസ്റ്റ് ഓഫ് കളർ ആൻഡ് നോയ്സ്. നോയ്സിൻ്റെയും കളറിൻ്റെയും ഒരു ഡെൻസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ച് എന്താ പറയുക, കളറും നോയ്സും ഉള്ള ഒരു ആൾക്കാരാണ് നമ്മൾ. നമുക്കുമുണ്ട് കളറ്. അപ്പോൾ ഇതിനൊന്നും നാണക്കേടായിട്ട് വെക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ അവർ വൈറ്റ് പീപ്പിളിനെ പോലെയല്ല. അതുകൊണ്ടാണല്ലോ അവരുടെ നൈബേഴ്സിനെ പിടിച്ചുകൊണ്ട് പോകാണ്ട്, അമേരിക്കൻസ് അല്ലാത്ത നൈബേഴ്സിനെ പിടിച്ചുകൊണ്ടേയില്ലേ. പക്ഷേ ജാപ്പനീസ് ആയതുകൊണ്ട് മാത്രം ഇവർ പിടിച്ചുകൊണ്ടേയത്. അപ്പോൾ അതൊന്നും ഒരു തെറ്റല്ല. നമ്മുടെ കളറിനെ ആലോചിച്ചിട്ടോ നമ്മളുടെ സൗണ്ടിനെ ആലോചിച്ചിട്ടോ. അതുപോലെ തന്നെ വി ഹിയർ എവറിത്തിങ്, നമുക്കെല്ലാം കേൾക്കാം. വി ആർ അൺഅഫ്രെയ്ഡ്, നമ്മൾ ഒന്നിനും പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്കെല്ലാം അറിയാം, നമ്മളെല്ലാം കേൾക്കുന്നുണ്ട്. നമുക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. അവർ ലാംഗ്വേജ് ഇസ് ബ്യൂട്ടിഫുൾ. നമ്മുടെ ലാംഗ്വേജ് ബ്യൂട്ടിഫുൾ ആണ്. നമ്മൾ അങ്ങനെ വിചാരിക്കണം. ഞാൻ ഇപ്പോൾ ഇവിടെ കേരളത്തിൽ ജനിച്ചു, അതുകൊണ്ട് എൻ്റെ മലയാളം അങ്ങനെ ആയിപ്പോയല്ലോ, അല്ലെങ്കിൽ എൻ്റെ മലയാളം തീരെ പോരാ എന്നൊന്ന് വിചാരിച്ചിട്ട് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ലാംഗ്വേജ് അങ്ങനെയാണ്. അല്ലെങ്കിൽ നമ്മുടെ ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ കേരളത്തിലത്തെ ആൾക്കാരുടെ ഇംഗ്ലീഷും വേറെ പുറത്തത്തെ ആൾക്കാരുടെ ഇംഗ്ലീഷും ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അത് എൻ്റെ ഇംഗ്ലീഷ് ഭയങ്കര മോശമാണ് എന്ന് ഇരിക്കരുത്. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഇരിക്കരുത്. അതുപോലെയാണ് ഇതിൽ പറയുന്നത്. നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ തുറന്ന് പറയണം, അല്ലെങ്കിൽ ബ്രേക്ക് ദ സൈലൻസ് ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. നമ്മുടെ ലാംഗ്വേജ്, എല്ലാവരുടെയും ലാംഗ്വേജ് ബ്യൂട്ടിഫുൾ ആണ്, എല്ലാവരുടെയും ലാംഗ്വേജ് നല്ലതാണ്. ആരും ഒന്നിനും പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ചാപ്റ്റർ.
അതോട് കൂടിയിട്ട് നമ്മുടെ സെക്കൻഡ് മോഡ്യൂൾ തീരുകയാണ്.